ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്തിനെക്കുറിച്ചാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്ന ആരെയും പേടിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും ഉള്ളൊരു റീഡിംഗ് അല്ല. ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ് എന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വാസമുള്ളവർ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റീഡിംഗ് ആണിത്. നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ മൂഡ് വളരെ പെട്ടെന്ന് തന്നെ മാറുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മോട്ടിവേഷനും ഇല്ലാതാവുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യണം, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്കറിയില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണ് വിതൗട്ട് എനി റീസൺ. ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാത്ത നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നുകയാണെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. സോ ഇതിനെയാണ് ആളുകൾ ഈവിൾ ഐ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുക. സോ ഇതൊരു ഓഫൻ ഒരു ഇമോഷണൽ എനർജി ആണെന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. അതായത് നമുക്ക് തന്നെ തോന്നുന്നതാണ് എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. പക്ഷെ അല്ലാത്ത എക്സ്പീരിയൻസ് നിരവധി ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് താനും. ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകളോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ആ കാര്യം ഒരിക്കലും നടക്കുന്നില്ല അല്ലേ? അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഈ റീഡിങ്ങിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബിലീഫ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ ഉപരി എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നതിനുള്ള ആക്ഷൻ കാർഡും യൂണിവേഴ്സിൻ്റെ മെസ്സേജും നമുക്ക് നോക്കണം. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളെ ചുറ്റിയുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലാണ്, അതുപോലെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വളരെ ഇമോഷണലി സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ക്ഷീണം തോന്നുകയാണ്, ഒരു സ്ട്രേഞ്ച് ഇമോഷൻ, നിങ്ങൾ സാധാരണ രീതിയിലല്ലാത്തതുപോലെ പെരുമാറുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യാണ്, മൊത്തത്തിലൊരു ബ്ലോക്കേജ് ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം ഫീൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോവാം. മറ്റുള്ള ആളുകൾ ദയവായിട്ട് ഈ ഒരു റീഡിംഗ് കാണണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. എൻ്റെ റീഡിംഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസണേറ്റ് ആവുന്നത്. റീഡിംഗ് കൂടുതൽ റെസണേറ്റ് ആവാൻ വേണ്ടി ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് 2 മിനിറ്റ് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്തൊന്നു കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ്. എന്താണ് ഇപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി? ഓക്കെ, 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ഇപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജി? നിങ്ങളെ ചുറ്റി എന്തെങ്കിലും നെഗറ്റീവ് എനർജി, ആരുടെയെങ്കിലും അസൂയ, ജലസ് ഓർ സംതിങ്, എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളെ ഈ ഒരു മൊമെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളെ ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. സോ നിങ്ങളെ ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് എനർജി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു എനർജിയുടെ സോഴ്സ് എന്താണ്? ഈ ഒരു എനർജിയുടെ സോഴ്സ് എന്താണ്? ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ജലസ് എനർജിയുടെ സോഴ്സ് എന്താണ്? ഓക്കെ, ഈ ഒരു എനർജി സോഴ്സ്, ഈ എനർജിയുടെ സോഴ്സ് ഓഫ് കോഴ്സ് സോഴ്സ് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്.
ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഈ ഒരു എനർജി അവർ മനഃപൂർവ്വമായി നിങ്ങളിലേക്ക് തരുന്നതാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ ഒരു എനർജി നിങ്ങളെ മനഃപൂർവ്വമായി എഫക്റ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്ലാരിറ്റിയും കൂടി നോക്കാം. ഈ ഒരു എനർജി മനഃപൂർവ്വമായിട്ട് വരുന്നതാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എനർജി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇതിൻ്റെ എന്തെങ്കിലും സിഗ്നൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ? അതോ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? ഇത് തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങളത് തിരിച്ചറിയാതെ ഇരിക്കുന്നുണ്ടോ, അവോയ്ഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതിൻ്റെ സൈൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. എന്ത് ആക്ഷനാണ് ഈ ഒരു ഈവിൾ ആയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് ഈ ഒരു ഈവിൾ ആയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ്? ഓക്കെ, ഒന്ന്. നെക്സ്റ്റ് വൺ ഒന്നുകൂടി നോക്കാം. എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഈവിൾ ആയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്? 2 മേജർ ആർക്കാന കാർഡ്സ് ആണ്. പിന്നെ ഒരു 3 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഈ ഒരു റീഡിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹിറാഫൻ്റ് റിവേഴ്സ് ആണ് കേട്ടോ. ഹിറാഫൻ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് റീഡിങ് നോക്കാം. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളൊരു ട്രാൻസിഷൻ ഫേസിലുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസിലായിരുന്നു നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം അല്ലെങ്കിൽ ലൈഫിലെ നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തി മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ടും ഉള്ളത്. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഹീലിംഗ് സമയമാണ്. ആക്ച്വലി നിങ്ങളൊരു മൂവ് ഓൺ ചെയ്യുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒന്ന് ഹീൽ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണെന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. സോ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മോഡറേഷൻ, ഒരു മിതത്വം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതിപ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, നേരത്തെ പോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ പലതും പഠിപ്പിച്ച് നിങ്ങൾ അത് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഓൾഡ് എനർജീസ് ഉണ്ടോ, നിങ്ങളെ സെർവ് ചെയ്യാത്ത, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ എനർജീസ് ഉണ്ടോ അതിനെല്ലാം പുറം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര ഡാമേജ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയും ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ല. ആക്ച്വലി ഇനി ഉള്ള എനർജി തന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സോ ഒരു ഹെവി നെഗറ്റിവിറ്റി അല്ല ഇവിടെയുള്ളത്. നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ്. ഓക്കെ, ഈ ഒരു എനർജി എന്ത് നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ എന്തൊരു ജലസ് എനർജിയാണ്, എന്ത് എനർജിയാണ് ഇപ്പം നിങ്ങൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഗ്രോത്ത്, അതായത് നിങ്ങളുടെ കഷ്ടപ്പാടിന് കിട്ടുന്ന ഫലം, ഇതൊക്കെയാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ കൺസിസ്റ്റൻസി, അതായത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മടിയില്ലാതെ കാര്യങ്ങൾ ഊർജ്ജസ്വലരായി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലാണ് ആളുകൾക്ക് ജലസ് ഉള്ളത്, അല്ലെങ്കിൽ അതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ പണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ആത്മാർത്ഥത, അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഇഷ്ടം, അതിൻ്റെ പുറകെ പോയി അതിലൂടെ പണം സമ്പാദിക്കാനുള്ള ഒരു കഴിവ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതാണ്
അവർക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു മാറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ആരും നിങ്ങളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ദോഷപ്പെടുത്താനോ അല്ല. സോ നിങ്ങളുടെ ഈ ഒരു അറ്റൻഷൻ, ഈ ഒരു ജോലിയുടെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ ജോലികളാണെങ്കിൽ പോലും അത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിച്ച് അതിലേക്ക് ഫോക്കസ്ഡ് ആയി നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. നിങ്ങളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട്കം ഉണ്ടാകുന്നു. നിങ്ങളതിൽ ശ്രദ്ധിച്ച് കൂടുതൽ കാലം തുടർച്ചയായി അത് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ കാര്യങ്ങൾ നേടുന്നു. സോ ഇതാണ് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ, ഇങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കുന്നു. ഇവരെന്ത് തുടങ്ങിയാലും ഇത് അവർ പൊന്നാക്കും എന്ന് പറയില്ലേ? എന്ത് സ്റ്റാർട്ട് ചെയ്താലും അത് പൊന്നാക്കും എന്ന് പറയില്ലേ ചില ആൾക്കാർ? എന്ന് പറയുന്നത് പോലെയുള്ള ഒരാളായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഇവരുടെ ഈ ഒരു ശ്രദ്ധ വന്നു ചേരുന്നുണ്ട്. ഓക്കെ, അതാണ് അവർ അറ്റൻഷൻ ആ ഒരു ഏരിയയിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അത് നടക്കുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ ഒരു എനർജി സോഴ്സ് ആക്ച്വലി നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെയുള്ളതാണെന്നുള്ളതാണ് കേട്ടോ. അതായത് വളരെ നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ഈ ഒരു ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചെറിയൊരു മാറ്റർ ആണെങ്കിൽ പോലും, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിൽ പോലും ഓടിച്ചെന്ന് പറയുന്നുണ്ടാവും, ഓടിച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്കിത് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഇവർ സ്ട്രേഞ്ചേഴ്സ് അല്ല, നിങ്ങൾക്ക് ഇവർ സ്ട്രേഞ്ചേഴ്സേ അല്ല. നിങ്ങൾ സ്നേഹം ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ആളുകളാണ്. ഓക്കെ, നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആക്ച്വലി അവർ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് ദോഷം വരണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ചില ആളുകൾ അവരെ തന്നെയാണ് നിങ്ങളിൽ കാണുന്നത്. അതായത് അവരുടെ ചില കാര്യങ്ങൾ, അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ കമ്പാരിസൺ അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അതൊരു ജലസിൻ്റെ ഫോമിൽ നിങ്ങളുടെ ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് അവരുമായിട്ട് വളരെ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ചില അൺസ്പോക്കൺ, എന്താ പറയുക, പറയാൻ വിട്ടുപോയ ചില ഫീലിങ്സ് കൂടി അവരുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഇതൊരു എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ്, നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു എന്ന് വിചാരിക്കുക. സോ അത് എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലായിരിക്കും അവരുടെ ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത്. മേ ബി അവർക്ക് സന്തോഷം ഉണ്ടാവും, ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാകും. ബട്ട് പെട്ടെന്നൊരു വിഷമം അവരെ ബാധിക്കും. അത് നിങ്ങൾക്കത് കിട്ടിയോണ്ടാവില്ല, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ്, നിങ്ങൾ ഒരേ പ്രായത്തിലുള്ള ആളുകളായിരിക്കും, ഒരേപോലെ പഠിച്ച ആളുകളായിരിക്കും, നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. പക്ഷെ അവരുടെ ലൈഫ് എവിടെ, നിങ്ങളുടെ ലൈഫ് എവിടെ എന്നുള്ള ഒരു കമ്പാരിസൺ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ ആണ്. ഓക്കെ, സോ ഒരു ഇൻറ്റൻഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അൺഇൻറ്റൻഷണൽ ആണ്. അതായത് ജെന്യുവൻ ഇമോഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അവരുടെ നിരാശയിൽ നിന്നും, ഈ 10 ഓഫ് സോർട്സിൻ്റെ കാർഡ് നിങ്ങൾ കണ്ടില്ലേ? സോ ഇവിടെ അവരുടെ ഒരു നിരാശയിൽ നിന്നും അവർക്കുണ്ടാവുന്ന അവർക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നിങ്ങൾ നേടുന്നത് കാണുമ്പോഴുള്ള അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു ഫാമിലി ലൈഫ്, അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു ജോലി, അല്ലേ, അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു ഔട്ട്ഫിറ്റ്, അങ്ങനെ പോലും, അല്ലെങ്കിൽ ആ ഒരു ബോഡി സ്ട്രക്ചർ പോലും നിങ്ങളുടെ ഇത് കാണുമ്പോൾ നോർമലി അവർക്കുണ്ടാവുന്ന ഒരു വിഷമമാണ്. അല്ലാതെ നിങ്ങളെ ഹാം ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു കാര്യമല്ല ഇത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു എനർജി അല്ല, അങ്ങനെ അയക്കുന്ന ഒരു എനർജി അല്ല. പക്ഷെ അവർക്ക് എന്താ ചെയ്യാം, അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരിങ്ങനെ സ്വയം കമ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അവരിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ഒരു അസൂയയുടെ ഫോമിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ എനർജി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ചില സന്തോഷങ്ങൾ, ചില സമാധാനങ്ങൾ, ചില സെലിബ്രേഷൻസ് ഒക്കെ ഡിലേ ചെയ്യുന്നുണ്ട്.
താമസിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല, മേ ബി നിങ്ങൾക്കൊരു പ്രൊമോഷൻ വന്നു, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല അത് കിട്ടുന്നത്, താമസിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരോട് പറഞ്ഞൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു പണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചൊരു വർക്ക് അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ പ്രീ ബുക്ക് ചെയ്തതിന് ശേഷം അത് ചിലപ്പോൾ മാറിപ്പോയേക്കാം. സോ ഒരു ഡിലേ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയുടെ ഒരു സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു ഡിലേ വരുന്നുണ്ട്. കാര്യങ്ങൾ സ്റ്റിൽ മാനിഫെസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്, പക്ഷെ ഡിലേ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആകും ഇടയ്ക്ക്, പക്ഷെ നിങ്ങൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി മനസ്സിനെ അവൈലബിൾ ആക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നേടാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഓൾവേസ് ഉണ്ട്, എങ്കിൽ പോലും നിങ്ങൾ ചില സമയത്ത് വളരെ മടിച്ചുകളുമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. സോ ഒരു ഇമോഷണലി നിങ്ങൾ ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡിലേ ആവുന്നു. സോ അത് നിങ്ങളെ ഇമോഷണലി കുറച്ചൊന്ന് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഇടപെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചില സൈൻസ് കിട്ടുന്നുണ്ടാവും, ചില അടയാളങ്ങൾ, അതായത് നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ബാധിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളത് ഒഴിവാക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു ഇമോഷൻ, നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പൈസയുടെ കാര്യം ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ പൈസയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഫോം അല്ലെങ്കിൽ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു രീതിയിലുള്ള കാര്യം ഡിലേ ആവുന്നുണ്ട്, വരും നടക്കും, പക്ഷേ വളരെ സ്ലോ പേസിലേക്ക് അത് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ് എന്ന് പറയില്ലേ, ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെടുക, ആ ഒരു രീതിയിൽ നഷ്ടപ്പെട്ട് പോകുന്നുണ്ടായിരിക്കും. വളരെ അടുത്ത് വന്നതിന് ശേഷം നഷ്ടപ്പെട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള ഡിലേ വരിക, അത് പോകാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള എന്തൊക്കെയോ ഡിലേസ് നിങ്ങൾ സ്റ്റഡീസുമായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചില ഡിലേസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന പോലെ ഒന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾ അത്ര കാര്യമാക്കില്ല, അത് നിങ്ങളുടെ എന്തോ ഒരു മടിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ഹെവിനെസ്സും ഒക്കെ നിങ്ങൾ ഇതിൻ്റെ പാർട്ടാണ്, ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കും, ലൈഫിൻ്റെ പാർട്ടാണ്, അതൊക്കെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുന്നതെന്ന് വേണം കരുതാൻ. ഇനി നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ ആണ് എടുക്കുന്നത്, ഞാൻ കാർഡ്സും കൂടെ മാറ്റി വെച്ചാണ്, കാരണം ഇതെല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾ ആകെ കൊളാപ്സ് ആവണ്ടെന്ന് വെച്ചിട്ട്. സോ നമുക്ക് 3 ആക്ഷൻ കാർഡാണുള്ളത്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്? അതായത് നമുക്ക് എന്ത് എനർജി ആണെങ്കിലും ഒന്ന് നമുക്ക് വളരെയധികം ഓറ ക്ലീനിങ്ങിലൂടെ, അതായത് നമുക്കൊരു പോസിറ്റീവ് ഓറ കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ. ഓക്കെ, ഇപ്പം മേ ബി നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയാസിലുള്ളവർ അവരുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയാസിൽ കാണിക്കുന്നവരെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതാണ് അവരുടെ പ്രോസ്പെറിറ്റി, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് അതായിരിക്കും. ഓക്കെ, സോ അവരത് കാണിക്കും, അവരുടെ സന്തോഷങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള നിമിഷങ്ങൾ ആരും അറിയുന്നില്ല എന്ന് വെച്ചാൽ സന്തോഷങ്ങൾ മാത്രമുള്ള മനുഷ്യന്മാരൊന്നും ഈ ലോകത്തില്ലല്ലോ. സോ ഇവിടെ ഒരു മോസ്റ്റ് എംപവറിംഗ് ആയിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. സോ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഫസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങളുടെ എന്ത് കാര്യം ആയിക്കോട്ടെ, അത് റിയാലിറ്റി ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ പേഴ്സണൽ പ്ലാൻ ആരൊക്കെ അറിയണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലിമിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എല്ലാവരോടും എനിക്കിങ്ങനെയാണ്, ഞാൻ ഇന്ന വർഷം 2030 ഞാൻ ഇന്നത് ചെയ്യും, അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ പേഴ്സണൽ പ്ലാൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ മാറിയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ അറിയുക. അല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഇതൊന്നും പറഞ്ഞ് അത് നടക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളത്, പേഴ്സണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എംപറർ കാർഡ് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് ജസ്റ്റിസ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനർജറ്റിക്കലി ഫെയർ ആയിരിക്കണം.
ഓക്കെ, അതായത് നിങ്ങൾ വേറൊരാൾക്ക് ദോഷം വരാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. എനർജറ്റിക്കലി നിങ്ങൾ ക്ലീൻ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. നിങ്ങൾ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് വളരെ മോശമായിട്ടിരിക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളാണ്, അത് ഹാപ്പി ആയിട്ടിരിക്കുന്നെങ്കിലും അതിന് ഉത്തരവാദിത്വം നിങ്ങളാണ്. സോ നമ്മളുടെ മാനസികാവസ്ഥ ബെറ്ററാക്കി വെക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ 3 of Cups കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ചിരിക്കാൻ വേണ്ടി ഒക്കെ നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്യാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് മാറി അയ്യോ എനിക്ക് ദൃഷ്ടി കിട്ടും എന്ന് പറഞ്ഞ് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സോ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ചിരിക്കുക, സന്തോഷിക്കുക, നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി വളരെ കൂടുതലായിരിക്കും. സോ നമ്മളുടെ ഓറ പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. ഓക്കെ, നിങ്ങൾ കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഒരു സ്പിരിച്വൽ വേയിലാണ് എന്ന് കണ്ടു, ആൻഡ് അതിലേക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതലും സന്തോഷിക്കുക, അതിനുവേണ്ടി സോഷ്യലൈസ് ചെയ്യുക, ആളുകളുമായിട്ട് ഇടപഴകുക, ആളുകളുള്ള സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ പ്ലാനിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും അത് റിയാലിറ്റി ആയതിനു ശേഷം മാത്രം ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് വളരെ നീതിന്യായ ബോധത്തോടുകൂടി ജീവിക്കുക. നിങ്ങൾ നെഗറ്റീവ് എനർജി മറ്റൊരാളിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു വാങ്ങാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.